ചിന്തിക്കാം ആമുഖമായിട്ട് എന്ന് കരുതുകയാണ്. മാതാവ് ഇന്നും സഭയുടെ ഭാഗമായിട്ട് സജീവമായിട്ട് തുടരുന്നതായിട്ടുള്ള കാഴ്ചപ്പാട് ഇന്ന് ദൈവസന്നിധിയിൽ മുമ്പാകെ സൃഷ്ടിക്ക് മുഴുവനും വേണ്ടി യാചിക്കുന്ന ഒരു കർമ്മത്തിൽ തുടരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. മാതാവിനെ കുറിച്ച് പലപ്പോഴും ഇതിലെ സഭക്കാര് പറയുന്നത് യേശു ക്രിസ്തുവിനോട് തുല്യമായ സ്ഥാനം മാതാവിന് കൊടുക്കുന്നു. അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ഏക മധ്യസ്ഥൻ എന്ന നിലയിൽ മറ്റാർക്കും ആ സ്ഥാനം കൊടുക്കരുത് എന്ന് അവര് വിമർശനമായിട്ട് പൗരസ്ത്യ സഭ പറയുമ്പോൾ നമുക്ക് ഏവർക്കും ഓർക്കേണ്ടതായിട്ടുള്ള സത്യം, പരിശുദ്ധ സഭ ഒരിക്കലും വിശുദ്ധ തൃത്വത്തിന് അപ്പുറമായിട്ട് പിതാവും പുത്രനും പരിശുദ്ധമായിട്ടും അല്ലാതെ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മളെ അനുശാസിക്കുന്നത് പോലെ തന്നെ പിതാവും ദൈവത്തിന്റെ സന്നിധിയിൽ ഏകപുത്രൻ മാത്രമേ ഉള്ളൂ അപേക്ഷകൻ എന്ന് പൗരസ്ത്യ സഭ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. മാതാവും വിശുദ്ധന്മാരും ശുദ്ധിമതികളും എല്ലാവരും തന്നെ ഏകരാജ്യത്തോട് അർപ്പിക്കുക, മധ്യസ്ഥത അർപ്പിക്കുക എന്ന് മാത്രമായിട്ടാണ് കരുതുന്നത്. വിശുദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവസന്നിധിയിൽ അവർ പ്രാർത്ഥനകൾ വിധേയരാണെന്ന് സന്നിധിക്കാരൻ പറയും. എന്ന് മാത്രമല്ല, യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് യോബിന്റെ പരീക്ഷകളെല്ലാം കഴിഞ്ഞപ്പോൾ തന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി യോബ് ദൈവത്തിനടുക്കൽ അഭ്യർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. യഹൂദന്മാരുടെ കാഴ്ചപ്പാട് അനുസരിച്ച് ദൈവസന്നിധിയിൽ ഏറ്റവും വലിയ മധ്യസ്ഥൻ എന്ന് പറയുന്നത് മോശയാണ്. അങ്ങനെ മോശയും ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ട ഏലിയാവും വിശുദ്ധന്മാരും എല്ലാവരും തന്നെ ആ വലിയ സംഘം ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ജീവന്റെ ഓട്ടം തികയ്ക്കുന്ന നമ്മൾ കേരളവും ഇന്നും മധ്യസ്ഥനെ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് പൗരസ്ത്യ സഭ മാതാവിനെ ഇന്നും മധ്യസ്ഥയായിട്ട് ദൈവസന്നിധിയിൽ അംഗീകരിച്ചുകൊണ്ട് നമ്മൾ ആ മാതാവിന്റെ മധ്യസ്ഥത പ്രാർത്ഥനകൾ അഭ്യർത്ഥിക്കുന്നു. കർത്താവായ ഏകപുത്രൻ ഏക രക്ഷകൻ അല്ലാതെ മറ്റാർക്കും തന്നെ രക്ഷ നൽകുവാനായിട്ട് സാധിക്കുകയില്ല. മാതാവിനും വിശുദ്ധന്മാർക്കും ശുദ്ധിമതികൾക്കും എല്ലാവർക്കും ദൈവത്തിന്റെ രക്ഷാ പദ്ധതിയുടെ ഭാഗമാണ് നമ്മുടെ സഭ. അങ്ങനെ അനലോപത്തിൽ വിശ്വസിക്കുന്നതുമില്ല. അങ്ങനെയുള്ള ചില സത്യങ്ങളാണ് നമ്മുടെ സഭയുടെ ആധാരമായിട്ട് ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഓർമ്മിച്ചിരിക്കുന്നത് എന്ന് ആദ്യമായിട്ട് സൂചിപ്പിച്ചുകൊള്ളട്ടെ. എന്തിനാണ് ഇതിലെ വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രത്യേകിച്ച് മാതാവിന്റെ പെരുമാറ്റമുണ്ടാകുന്നത്? What is the reason why we celebrate the memory of Saint Mary, Saint George, and Saint Gregorius and Saint Dionysius above and beyond everything else? It is not the personal ability of these saints that the church celebrates. It is the grace of God which is able to transform anybody, a man or a woman, from his or her humble and sinful self to become the reflection of Jesus Christ. That is what we celebrate. And that is why at the conclusion of all our songs, whether it is to Saint Thomas or whether to the saints or to Saint Mary, concludes with the power and the ability of God to give these blessings. അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് മാതാവിനെ ഈ അമൂല്യമായ സ്ഥാനത്ത് എത്തിക്കുന്നത് ദൈവത്തിലേക്കുള്ള എന്തിന് നമുക്ക് ഏവർക്കും ജീവന്റെ ഓട്ടം ഈ പരിശുദ്ധിയെ പോലെ ആക്കി തീർക്കാൻ സാധിക്കും എന്നുള്ളത്. Our aim and our objective in these celebrations is to kind of recreate in our lives what is
the likeness of Jesus in the lives of these saints. And what is it about Saint Mary that we have to follow? ജീവിതത്തിൽ നമുക്ക് ഒന്ന് അംഗീകരിക്കുവാൻ പറ്റുന്നു. പെരുന്നാൾ ആഘോഷിക്കുകയാണ്. മോളാണ് ഇപ്പോൾ നല്ലൊരു സദ്യയൊക്കെ കഴിച്ചുകൊണ്ട് തിരിഞ്ഞു പോകുന്നതല്ല പെരുന്നാൾ. മാതാവിന്റെ ജീവിതത്തിൽ നിന്നും എന്ത് പഠിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഈ പെരുന്നാളിന്റെ ഉദ്ദേശം. അപ്പോൾ മാതാവിന്റെ ജീവിതത്തിൽ പ്രധാനമായിട്ട് കാണപ്പെടേണ്ട ഒരു സത്യം, one of the basic lessons of life that we learn from Saint Mary is that it is through suffering that we experience the power of God. കഷ്ടപ്പാടുകൾ മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടുക, തന്റെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ വന്നു എന്ന് പറയുന്നത് മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടുവാൻ തക്കവണ്ണം മാതാവിന്റെ മനസ്സൊരുക്കമാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത്. നമ്മൾ പലപ്പോഴും അത്രയും ശ്രദ്ധിക്കാറുണ്ട്. ഒന്ന് വിചാരിച്ചോണം, വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന ഒരു കന്യകയുടെ ഭർത്താവിനോട് താമസിക്കുന്ന സമയം മുമ്പേ തന്നെ അവർ ഗർഭിണിയാണെങ്കിൽ അന്യപുരുഷന്റെ സ്പർശനം സ്വീകരിച്ചിട്ടുള്ള ആ ഒരു കന്യകയെ യഹൂദന്മാരുടെ പ്രമാണം അനുസരിച്ച് കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുള്ളതാണ്. പക്ഷെ ദൈവത്തിന്റെ ആ അരുളപ്പാട് വരുമ്പോൾ മനുഷ്യർക്ക് വീണ്ടും രക്ഷയുടെ പദ്ധതിയിലേക്ക്, ജീവന്റെ അനുഭവത്തിലേക്ക് വരുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് അതിനുവേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം മാതാവിന്റെ മനസ്സിന്റെ ഒരുക്കമാണ് ഈ പെരുന്നാൾ ദിവസം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത്. The willingness of Saint Mary to suffer for others, not just in her own life. She had a lot of difficulties. We believe that according to tradition, the parents of Saint Mary passed away when she was quite young. She lived in the temple. And that's all that suffering. You could imagine what a young girl in the Jewish society was experiencing. She looks at God's offer and says, if this is the way of suffering that I have to experience in order for humankind to be redeemed, then so be it. Then so be it. We live in a context of plenty. America, that's what I mean. And all around us we get this prosperity gospel that if God is benevolent to you, if God blesses you, then you will have plenty. There will be untold riches. You'll be traveling around in the best cars, and there is no difficulty, no problems in life. This kind of prosperity gospel is being constantly transmitted to us around us, and we tend to believe it at times. When you turn on the television and all you see is this kind of a gospel. And yet our church and Eastern Church, which maintains the apostolic faith, teaches no, that is not the way. There is a sense in which we are called to suffer. And that is what Saint Mary teaches. What is it that we are suffering for? Is it because of our difficulties in life? No, but to suffer for others. When God gives you plenty, it is not that you can go out and enjoy it by yourself. No, you are the stewards of God's blessings. You go through hardships to share that with everybody else, to share that with somebody else. And that is the example Saint Mary taught us. Not to live for oneself, not to live for ourselves, but to share what we have, the plenty we experience, with those who don't have. എന്തിനാണ് ദരിദ്രരെ ലോകത്തിലെ കാഴ്ചവെക്കുന്നത്? സമ്പന്നന്മാരായിരിക്കുന്ന നമുക്ക് അവരോടുള്ള മനസ്സറിവും അവരെ സഹായിക്കുവാനായിട്ടുള്ള അവസരങ്ങളാണ്. That is what life should teach us. What is Saint Mary teaching? This kind of suffering. And it is through that kind of a suffering that we begin to experience what God is. It is when a husband and wife struggle in life through difficulties that tempers the love that they have. It is our experience of suffering that God gives us all others that opens our eyes to the reality of God within us and around us. And that is what the life of Saint Mary teaches. What is the second thing about Saint Mary that we will talk about? Is the
പ്രാർത്ഥിക്കുന്നത് ഒരു വ്യത്യാസമുണ്ട്. ശ്രീമാ നമസ്കാരത്തിന്റെ രാത്രി നമസ്കാരത്തിൽ പറയുന്നത് കന്യക പറയാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈറയിലെത്തി ദൈവത്താലെ പ്രേക്ഷിതമായിരിക്കുന്ന ശ്ലോകങ്ങൾ. When Saint Mary prayed, the archangel or the ever watchful person came down from heaven and gave to Saint Mary the blessings from God. That is the power of Saint Mary's prayer. The ability to stand before God and to plead that God responds to our prayers. നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നവരാകുമ്പോഴത്തേക്കാണ് പ്രാർത്ഥനയുടെ ശക്തി അറിയുന്നത്. ഇതിനെയാണ് നോയവും പ്രാർത്ഥനയും ഒക്കെയും നമ്മുടെ ജീവിതത്തിന്റെ അനുഭവം ആയിരിക്കുമ്പോൾ കണ്ണിനോടെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. പക്ഷനായ പൗരസ്യമായത് നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല. പക്ഷെ ആത്മാവിന്റെ നിറവേഷം നമുക്ക് ഉച്ചരിക്കാൻ പറ്റാത്ത കരച്ചിൽ ആ ഒരു പ്രാർത്ഥനയുടെ ഒരു ശക്തിയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും കൃപയുടെ കവാടം തുറന്നുകൊണ്ട് ഒരു ദൈവത്തിന്റെ ഉത്തരം നമുക്ക് ജീവിതത്തിൽ തരാൻ സാധിക്കും. That is the power of prayer. When we pray, when we fast, when we come to the life of the church to experience that prayer, that is when your sense of praying really starts. Let's say that. ഞാൻ പലപ്പോഴും വിചാരിക്കും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഈ കണ്ണുകൊട്ടിന്റെ മാവേൽ എഴുതുന്നവരെയാണ്. ഞാൻ പലപ്പോഴും അതിന് ഉപയോഗിക്കുന്ന 2-4 വാക്കുകളാണ് KKPT, കിട്ടിയാൽ കിട്ടി പോയാൽ പ്രാർത്ഥന. അല്ലെ? നമ്മളെ പ്രാർത്ഥിക്കും. അല്ലാതെ എന്തെങ്കിലും ഒരു വിശ്വാസത്തിന്റെ അനുഭവം അത് പിടിക്കണം. എന്റെ ദൈവസന്നിധിയിൽ ഞാനൊരു പ്രാർത്ഥിക്കുമ്പോൾ എന്റെ പിതാവ് കേൾക്കും, എന്റെ കൂട്ടം. ആ ശക്തിയാണ് നമ്മുടെ പ്രാർത്ഥനയെ സജീവമാക്കുന്നത്. അതാണ് മാതാവിന്റെ ജീവിതം. That is what the life of Saint Mary teaches. And when our prayers are so transformed, it becomes the kind of prayer that transforms communities. It transforms our individual selves. We become different because we experience the real power of the presence of God. That is what Saint Mary's life teaches. ഞാൻ ഒരാശയം കൂടി പറഞ്ഞു സാധിച്ചു. നമ്മൾക്ക് എല്ലാവരുടെയും സന്താനങ്ങളെ എല്ലാവരുടെയും അംഗീകരണം ലഭിക്കുന്ന മക്കളാക്കി തീർക്കണം എന്ന് എല്ലാ മാതാപിതാക്കൾക്കും താല്പര്യം. All parents desire that their children should become famous in everybody's sight. I am sure that is how God looks at famous individuals. They are all gifted people. പക്ഷെ മാതാപിതാക്കൾ കൂടുതൽ. പക്ഷെ പലപ്പോഴും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ സ്വന്തം താല്പര്യം അനുസരിച്ച് മക്കളെ ആക്കി തീർക്കുവാൻ ശ്രമിക്കുന്നു. മാതാപിതാക്കൾക്ക് ഡോക്ടർമാരാകാൻ പറ്റുന്നില്ല, അവർ മക്കളെയാണ്, അല്ലെങ്കിൽ എഞ്ചിനീയറാണ്. എനിക്ക് ഡിസ്റ്റിങ്ഷൻ എന്റെ കോളേജിലോ സ്കൂളിലോ വാങ്ങിക്കാൻ വെക്കാത്തത് കൊണ്ട് എന്റെ മക്കളെ കൊണ്ട് ഞാൻ അത് ചെയ്യും. ഇല്ലാത്ത സമയത്ത് ട്യൂഷന് കൊടുത്ത് നാട്ടിലെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എല്ലാം നമ്മളോട് മക്കളെ ആ കാര്യത്തിൽ ആഗ്രഹം. പക്ഷെ ഈ വ്യവസായവും മാതാവ് ചെയ്യുന്ന ശ്രദ്ധിച്ചായിരുന്നു ഇതിനെ വായിച്ച ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ആദ്യ കല്ലുപുത്രനെ ദേവാലയത്തിൽ കൊണ്ടുവന്നിട്ട് ബലിയാക്കി. To submit the children before God and say, your will be done, not mine. Your will be done. മക്കളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. They should not become cat's paws to attain what you couldn't attain in life. They should become the channels of God's blessings, not only to you, but to everybody else. That is what God is giving the children for. അതുകൊണ്ടാണ് മാതാവിന്റെ ജീവിതത്തിൽ ഈ ഏകജാതനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ സാധിക്കുന്നത്. ആ ഏകജാതൻ തന്റെ ജീവിതത്തിൽ കൂടി മനുഷ്യർക്ക് രക്ഷ മാർഗം തെളിയിച്ചു. And we always remember Jesus Christ. What a great blessing, because Saint Mary was able to take her only son, and present to God and say, here is your son. Do with him as you find necessary.
And because of that, all people, all times, everywhere, remember Jesus Christ. They call upon that name, which is the most favored name among all people. If you want your children, നിങ്ങളുടെ മക്കളെ ആ തരത്തിൽ എല്ലാവരുടെയും അംഗീകരണം ലഭിക്കുവാൻ തക്കവണ്ണം അനുഗ്രഹങ്ങളുടെ സമ്മാനങ്ങളാക്കി തീർക്കണമെങ്കിൽ അവരെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. ദൈവത്തിന് അവരുടെ ജീവിതത്തിൽ നിറയട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെയാണെങ്കിൽ കർത്താവായ യേശുക്രിസ്തു ഇന്ന് ആ നാമത്തിന് മുമ്പാകെ എല്ലാ മുട്ടുകളും നടക്കുന്നത് പോലെയായിട്ട് കഴിയും. ഓരോ സന്താനങ്ങളെയും ദൈവം അനുഗ്രഹിച്ച് അവരെ എല്ലാവരുടെയും അനുഗ്രഹത്തിന്റെ സന്തോഷത്തിന്റെ ഉന്നതങ്ങളാക്കി തീർക്കുവാൻ നിങ്ങളുടെ മക്കളെ ദൈവം അനുഗ്രഹിക്കും. ആ തരത്തിലുള്ള അനുഗ്രഹപ്പെട്ട ഒരു കുടുംബജീവിതം നയിക്കുവാൻ തക്കവണ്ണം മാതാവിന്റെ യോസേഫിന്റെ ജീവിതത്തിൽ ദൈവം കരുതുന്നത് അനുഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം വാക്കി അനുഗ്രഹിച്ച് സമൃദ്ധിയുടെയും അനുഗ്രഹത്തിന്റെയും അനുഭവത്തിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനയെ സമാപിക്കും.